നമസ്കാരം. യോഗയെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും ആദ്യത്തെ കളരിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എന്നാൽ വരൂ, ഈ കളരിയിലെ അഭ്യാസം ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഏതെങ്കിലും ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുക. ഇരു കൈകളും നമസ്കാര മുദ്രയിൽ പിടിക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. നീണ്ട ശ്വാസമെടുത്തുകൊണ്ട് ഓങ്കാരത്തിന്റെ ഉച്ചാരണത്തോടുകൂടി പ്രാർത്ഥന ആരംഭിക്കാം. सहनावतु सहनौ भुनक्तु सह वीर्यं करिवावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ഓം ശാന്തി ശാന്തി ശാന്തി. ഇരു കൈകളും എടുത്ത് കണ്ണുകളിൽ പതിയെ വയ്ക്കുക. എന്നിട്ട് സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഈ കളരിയിലേക്ക്. എന്നാൽ വരൂ, നമുക്കാദ്യം ചലനക്രിയയോടുകൂടി ആരംഭിക്കാം. അതിനായി ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വയ്ക്കുക. കണ്ണുകൾ അടച്ചു പിടിക്കുക. എന്നിട്ട് ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. സ്വയം ഒന്ന് നോക്കുക, നിങ്ങൾ ഈ ക്രിയ ചെയ്യാൻ പൂർണ്ണമായും തയ്യാറാണോ എന്ന്. ചലനക്രിയ നമ്മുടെ ശരീരത്തിൽ അയവുണ്ടാക്കുന്നു. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമുക്ക് ചലനക്രിയയുടെ അഭ്യാസം ചെയ്യാം. ചലനക്രിയയ്ക്കായി ഇരു കൈകളും ഇടുപ്പിന് മുകളിലേക്ക് വയ്ക്കുക. ചലനക്രിയയിലെ ആദ്യ അഭ്യാസം കഴുത്തിനെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്ന അഭ്യാസമാണ്. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് മുന്നോട്ട് കുനിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് മുന്നോട്ട് കുനിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പിന്നോട്ട് കൊണ്ടുപോകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്തിന്റെ അറ്റത്ത് വലിവ് അനുഭവപ്പെടുന്നത് കാണാം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തി പിടിക്കുക. കഴുത്തിൽ ചെയ്യുന്ന മറ്റൊരു ക്രിയ കഴുത്തിനെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ചരിക്കുന്ന അഭ്യാസമാണ്. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട കഴുത്ത് വലത്തോട്ട് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തി പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട കഴുത്ത് ഇടത്തോട്ട് ചരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തി പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് വലത്തോട്ട് ചരിക്കുക. ശ്വാസമെടുത്ത് തല നിവർത്തി പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് ഇടത്തോട്ട് ചരിക്കുക. ഇപ്പോൾ വിപരീത ദിശയിൽ കഴുത്തിന്റെ വലിവ് വരുന്നത് കാണാം. ഇനി ശ്വാസമെടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തി പിടിക്കുക. അടുത്ത ക്രിയ കഴുത്തിനെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിക്കുന്ന അഭ്യാസമാണ്. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട കഴുത്തിനെ ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം അകത്തേക്കെടുത്ത് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട് തിരിക്കുക. ശ്വാസം അകത്തേക്കെടുത്ത് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട് തിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുത്തിൽ വലിവുണ്ടാകുന്നത് തിരിച്ചറിയാം. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. അടുത്ത ക്രിയ കഴുത്തിനെ ഗോളാകൃതിയിൽ കറക്കുന്ന അഭ്യാസമാണ്. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് താടി കണ്ഠകൂപത്തിനോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് കഴുത്തിനെ ഘടികാരദിശയിൽ കറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരിക.
വീണ്ടും ഈ ക്രിയ ഒന്നുകൂടി ആവർത്തിക്കുക. ഇതിനുശേഷം ഈ ക്രിയയെ ഘടികാരദിശയ്ക്കെതിരായി 2 തവണ ആവർത്തിക്കുക. ശ്വാസം നിറയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് താഴേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമാവസ്ഥയിലേക്ക് വരിക. കണ്ണുകൾ അടച്ചു പിടിക്കുക. എന്നിട്ട് കഴുത്തിനു വേണ്ടി നിങ്ങൾ ചെയ്ത ക്രിയയിൽ കഴുത്തിന് എന്ത് പ്രഭാവമാണ് ഉണ്ടായതെന്ന് തിരിച്ചറിയുക. അടുത്ത അഭ്യാസം സ്കന്ധ സഞ്ചാലനമാണ്. ശ്വാസം നിറച്ചുകൊണ്ട് ഇരു കൈകളും വശത്തുകൂടെ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പടങ്ങൾ എതിർവശത്തേക്ക് പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ഈ ക്രിയ ആവർത്തിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പടങ്ങൾ എതിർവശത്തേക്ക് പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും ഒരിക്കൽ കൂടി ഈ ക്രിയ ആവർത്തിക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അടുത്ത അഭ്യാസം സ്കന്ധചക്രമാണ്. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ കൈകൾ വശത്തുകൂടെ തോളറ്റം വരെ ഉയർത്തുക. കൈയിന്റെ വിരലുകൾ തോളിന് മുകളിലായി വയ്ക്കുക. ഇനി 2 കൈമുട്ടുകളും മുൻഭാഗത്ത് കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് ഇരു കൈമുട്ടുകളും ഗോളാകൃതിയിൽ കറക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരിക. ഈ ക്രിയ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസമെടുക്കുക. പുറത്തേക്ക് വിടുക. ഇനി ഈ ചെയ്ത ക്രിയ വിപരീത ദിശയിൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരിക. ഇനി ശ്വാസം വിടുക. വീണ്ടും ശ്വാസം നിറച്ചുകൊണ്ട് മുൻഭാഗത്തേക്ക് വരിക. വീണ്ടും കൈകൾ സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം കടിച്ചാലന ക്രിയ. ഇതിനുവേണ്ടി കാലുകൾ 2-3 അടി അകലത്തിൽ വയ്ക്കുക. ഇരു കൈകളും മുൻഭാഗത്തുകൂടെ ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ശ്വാസം വിട്ട് പിന്നിലേക്ക് വളയുക. ശ്വാസം എടുത്ത് നിവർന്നു നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലേക്ക് കുനിയുക. വീണ്ടും ഈ ക്രിയ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് പിന്നിലേക്ക് പോകുക. ശ്വാസമെടുത്ത് നിവർന്നു നിൽക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലേക്ക് കുനിയുക. ശ്വാസം നിറച്ചുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരിക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കട്ടിച്ചാലനത്തിന്റെ അടുത്ത ക്രിയ. ഇരു കാലുകളും തോളിന്റെ അത്രയും വീതിയിൽ വയ്ക്കുക. ഇരു കൈകളും തോളറ്റം മുന്നിലേക്ക് നീട്ടിപ്പിടിക്കുക. കൈപ്പടങ്ങൾ മുഖാമുഖമായി വരണം. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട് തിരിയുക. ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത്തോട്ട് തിരിയുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുത്ത് തിരിച്ചു വരിക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട് തിരിയുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വീണ്ടും തിരിഞ്ഞു നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട ശരീരം ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക. ഇനി നിങ്ങൾക്ക് കൈകൾ താഴേക്ക് കൊണ്ടുവരാം. കണ്ണുകൾ അടച്ചുപിടിക്കുക. എന്നിട്ട് ഈ ക്രിയയിലൂടെ ഉണ്ടായ പ്രഭാവം അത് തിരിച്ചറിയുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. അടുത്ത അഭ്യാസത്തിൽ
ചലനക്രിയകളിൽ കാൽമുട്ടുകൾ ചലിപ്പിച്ചുകൊണ്ടുള്ള അഭ്യാസമാണ്. വീണ്ടും കാലുകൾ തോളിന്റെ അത്രയും അകലത്തിൽ വയ്ക്കുക. കാൽമുട്ടുകളിൽ വേദനയുള്ളവർ ഈ അഭ്യാസം ശ്രദ്ധാപൂർവം ചെയ്യുക. ഈ അഭ്യാസം നമ്മുടെ കാൽമുട്ടുകൾക്ക് ബലമുണ്ടാക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, കാൽമുട്ടിലെ മാംസപേശികളെ ദൃഢമുള്ളതാക്കി തീർക്കുന്നു. ശ്വാസം ഉള്ളിൽ നിറച്ച് ഇരുകൈകളും തോളിന്റെ അത്രയും ഉയരത്തിൽ മുന്നിലേക്ക് പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി പിടിക്കുക. എന്നിട്ട് ഇരിക്കുന്ന പൊസിഷനിലേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഒരിക്കൽ കൂടി ആ ക്രിയ ആവർത്തിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. ചലനക്രിയകൾ കഴിഞ്ഞു. ഇനി നമുക്ക് യോഗാഭ്യാസത്തിലേക്ക് കടക്കാം. യോഗാസനങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ആദ്യത്തെ അഭ്യാസം താടാസനമാണ്. കാൽമുട്ടിന് വേദനയുള്ളവർ ദയവ് ചെയ്ത് ഉപ്പൂറ്റി ഉയർത്തിപ്പിടിക്കാതിരിക്കുക. താടാസനത്തിന്റെ അഭ്യാസത്തിനായി വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുക. കാലുകൾക്കിടയിൽ 2 ഇഞ്ച് അകലം പാലിക്കാൻ ശ്രമിക്കുക. ശ്വാസം നിറച്ച് കൈകൾ മുന്നിലൂടെ തോളറ്റം വരെ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇരുകൈകളിലെയും വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് കൈപ്പടങ്ങൾ എതിർവശത്തേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസം അകത്തേക്കെടുത്ത് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. ശരീരം ഇപ്പോൾ വലിഞ്ഞിരിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. കാലിൽ നിന്ന് തുടങ്ങി നിങ്ങളുടെ കൈവിരൽ വരെ, കൈപ്പടം വരെ നിങ്ങളുടെ ശരീരം ഒരേപോലെയായിരിക്കണം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് വലിച്ചു പിടിച്ച് ഉപ്പൂറ്റികൾ ഉയർത്തിക്കൊണ്ട് കാൽവിരലുകളിൽ സന്തുലനം പാലിക്കുക. ഇവിടെ സാധാരണ ശ്വാസോച്ഛ്വാസമാണ് വേണ്ടത്. താടാസനം നമ്മുടെ ശരീരത്തിൽ സന്തുലനം കൈവരിക്കാൻ സഹായിക്കുന്നു. ഇനി ഉപ്പൂറ്റികൾ താഴ്ത്തിവെക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം വൃക്ഷാസനമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത്തെ കാൽ മടക്കുക. എന്നിട്ട് വലത്തെ കാലിന്റെ പാദം ഇടത്തെ കാലിന്റെ തുടയിലേക്ക് വെക്കാൻ ശ്രമിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് കൈകൾ കൂപ്പി നമസ്കാര മുദ്രയിലേക്ക് വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകളും കാലുകളും താഴേക്ക് കൊണ്ടുവരിക. ഇനി ഈ അഭ്യാസം തന്നെ മറ്റേ കാൽ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇടത്തെ കാൽ മടക്കി പിടിച്ച് വലത്തെ കാലിന്റെ തുടയിലേക്ക് വയ്ക്കുക. ശ്വാസം അകത്തെടുത്ത് നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ഇരു കൈകളും കൂപ്പി നമസ്കാര മുദ്രയിൽ പിടിക്കുക. അല്പനേരം സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ആ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളിൽ സമന്വയമുണ്ടാക്കാൻ സഹായിക്കുന്നു. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകളും കാലും താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം അർദ്ധചക്രാസനമാണ്. അർദ്ധചക്രാസനത്തിനായി തയ്യാറാവുക. നിങ്ങളുടെ ഇരു കൈകളും ഇടുപ്പിന് പിന്നിൽ വയ്ക്കുക. എന്നിട്ട് ഇരു കൈമുട്ടുകളും തുല്യ അകലത്തിൽ പിടിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് കഴുത്തും ഇടുപ്പും പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക.
എന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ ഈ ആസനത്തിൽ തുടരുക. ഈ ആസനം ശ്വാസോച്ഛ്വാസക്രിയ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശ്വാസം നിറച്ചുകൊണ്ട് തല തിരിച്ചുകൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വിശ്രമിക്കുക. അടുത്ത അഭ്യാസം പാദഹസ്താസനമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ് പാദഹസ്താസനം. അപ്പോൾ അതിന്റെ അഭ്യാസം നമുക്കിപ്പോൾ ചെയ്യാം. പാദഹസ്താസനം. പാദമെന്ന് വെച്ചാൽ കാല്, ഹസ്തം എന്ന് വെച്ചാൽ കൈ. അതായത് നമ്മുടെ കൈകൾ കാലിനടുത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഇതാണ് പാദഹസ്താസനം. ഇനി ആർക്കെങ്കിലും ഇടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരിത് ചെയ്യാതിരിക്കുക. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സർജറിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അവർ ഈ അഭ്യാസം ചെയ്യാതിരിക്കുക. അപ്പോഴിനി പാദഹസ്താസനത്തിന്റെ അഭ്യാസം ചെയ്യാം. കാലുകൾക്കിടയിൽ ഏതാനും ഇഞ്ച് അകലം പാലിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് പൊക്കിപ്പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനത്തിൽ മുന്നോട്ട് കുനിയുക. എന്നിട്ട് ആദ്യം നമുക്ക് എളുപ്പം ചെയ്യാവുന്ന പാദഹസ്താസനം, സരളമായി ചെയ്യാവുന്ന പാദഹസ്താസനം നമുക്കിപ്പോൾ ചെയ്യാം. കാലിന്റെ മുട്ടുകൾ അല്പം മടക്കുക. കൈകൾ എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം കാലുകൾക്കടുത്തേക്ക് കൊണ്ടുപോകുക. കൂടുതൽ വലിഞ്ഞു നിൽക്കുകയൊന്നും വേണ്ട. കഴുത്ത് മുന്നോട്ട് വളയ്ക്കുക. ശ്വാസോച്ഛ്വാസഗതി സാധാരണഗതിയിൽ വയ്ക്കുക. ഈ ആസനം ഉപയോഗപ്രദമായിട്ടുള്ള ആൾക്കാർ, ആർക്കെങ്കിലും വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ, ഇടുപ്പിൽ ബലക്കുറവ് ഉണ്ടെങ്കിൽ, തുടയിലുള്ള മാംസപേശികളെ ദൃഢമുള്ളതാക്കാൻ, തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടാനും ഇത് സഹായകരമാകുന്നു. ശ്വാസം നിറച്ചുകൊണ്ട് സാവധാനത്തിൽ പൊങ്ങി വരിക. എന്നിട്ട് ശ്വാസം വിട്ടതിനു ശേഷം ഇരു കൈകളും സാധാരണഗതിയിലേക്ക് കൊണ്ടുവരിക. ഇത് പാദഹസ്താസനത്തിന്റെ സരളമായ അഭ്യാസമാണ്. ഇനി നമുക്ക് പാദഹസ്താസനത്തിന്റെ പ്രധാനപ്പെട്ട അഭ്യാസത്തിന്റെ പരിശീലനം ചെയ്യാം. കാലുകൾ ഇപ്പോഴുള്ള പോലെ തന്നെ അകത്തിവെക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടുപ്പ് വളയ്ക്കുക. എന്നിട്ട് സാവധാനത്തിൽ നിങ്ങളുടെ കൈകൾ പാദത്തിനടുത്തേക്ക് കൊണ്ടുവരിക. നെറ്റി താഴ്ഭാഗത്തേക്ക് കുനിച്ചു പിടിക്കുക. താഴത്തേക്ക് എത്രമാത്രം കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം കൊണ്ടുപോകുക. ഇനി സാധിക്കുമെങ്കിൽ നിങ്ങളുടെ നെറ്റി കാൽമുട്ടുകൾ വരേക്കോ കാൽമുട്ടിന് താഴെയോ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് തിരിച്ചു വരിക. ഇരു കൈകളും മുകളിലേക്ക് വലിച്ചു പിടിക്കുക. സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് പൊങ്ങി വരിക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് സാധാരണഗതിയിൽ തിരികെ വരിക. എന്നിട്ട് കണ്ണുകൾ അടച്ചു പിടിക്കുക. ശേഷം വിശ്രമിക്കുക. ഈ ആസനത്തിലൂടെ നിങ്ങളുടെ ഇടുപ്പ്, നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ വയർ ഇവയിലൊക്കെ ഉണ്ടായ പ്രഭാവം, വക്ഷസ്ഥലത്ത് ഉണ്ടായ പ്രഭാവം, അതൊക്കെ തിരിച്ചറിയുക. വീണ്ടും ഈ ആസനം ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വീണ്ടും ഇരു കൈകളും മുകളിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടുപ്പ് വളയ്ക്കുക. എന്നിട്ട് സാവധാനത്തിൽ നിങ്ങളുടെ ഇരു കൈകളും പാദത്തിനടുത്തേക്ക് കൊണ്ടുപോകുക. നെറ്റി താഴ്ഭാഗത്തേക്ക് കുനിക്കുക. എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രമാത്രം ചെയ്യുക. ഇനി സാധിക്കുമെങ്കിൽ
നിങ്ങളുടെ നെറ്റിയെ നിങ്ങളുടെ കാൽമുട്ടിനരികിലേക്ക് അല്ലെങ്കിൽ കാൽമുട്ടിന് താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് തിരികെ വരിക. ഇരു കൈകളും മുകളിലേക്ക് വലിച്ചു പിടിക്കുക. മെല്ലെ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് കണ്ണുകൾ അടച്ചുപിടിക്കുക. ശേഷം വിശ്രമിക്കുക. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളുടെ അഭ്യാസം നടത്താം. ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളുടെ അഭ്യാസം ചെയ്യാനായിട്ട് അവനവന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. ആദ്യത്തെ അഭ്യാസം വിശ്രമാസനമാണ്. ഇരുകാലുകളും മുന്നോട്ട് നീട്ടിവെക്കുക. കാലുകൾക്കിടയിൽ അകലം പാലിക്കുക. രണ്ടു കൈയിന്റെയും പടങ്ങളും ഇടുപ്പിന് പിൻഭാഗത്തേക്കായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ശ്വാസം നിറച്ചുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസക്രിയയിൽ ഈ ആസനത്തിൽ അല്പനേരം തുടരുക. ഇത് വിശ്രമാസനമാണ്. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് തിരിച്ചു കൊണ്ടുവരിക. ശ്വാസം വിടുക. എന്നിട്ട് വീണ്ടും ദണ്ഡാസനത്തിലേക്ക് വരിക. ദണ്ഡാസനം. ഇതിൽ ദണ്ഡ് പോലെ നിവർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ദണ്ഡാസനം എന്ന് പറയുന്നു. ഇടുപ്പും കഴുത്തും നിവർത്തിപ്പിടിക്കുക. മുന്നോട്ട് നോക്കിയതിനു ശേഷം കണ്ണുകൾ അടച്ചുപിടിക്കുക. അടുത്ത അഭ്യാസം അർദ്ധ ഉഷ്ട്രാസനമാണ്. അർദ്ധ ഉഷ്ട്രാസനത്തിനായി വജ്രാസനത്തിൽ ഇരിക്കുക. എന്നിട്ട് വലത്തെ കാൽ മടക്കുക. ശേഷം വലത്തെ കാലിൽ ഇരിക്കുക. വീണ്ടും നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തെ കാലിൽ ഇരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കഴുത്തും ഇടുപ്പും നേരെയായിരിക്കണം എന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇരു കൈകളുടെയും പടങ്ങൾ കാൽമുട്ടിൽ വയ്ക്കുക. ഇത് വജ്രാസനത്തിന്റെ സ്ഥിതിയാണ്. ഇനി കാൽമുട്ടിൽ എഴുന്നേറ്റ് നിൽക്കുക. കൈകൾ ഇടുപ്പിന് മുകളിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും കഴുത്തും പിന്നിലേക്ക് വളയ്ക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഈ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം ഇടുപ്പ് വേദന മാറിക്കിട്ടുന്നതിന് സഹായകരമാണ്. ശ്വാസം നിറച്ചുകൊണ്ട് വീണ്ടും വജ്രാസനത്തിന്റെ സ്ഥിതിയിലേക്ക് വരിക. അതിനുശേഷം വിശ്രമിക്കുക. അർദ്ധ ഉഷ്ട്രാസനത്തിന് ശേഷം അതിന്റെ വിപരീത ആസനം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. അടുത്ത അഭ്യാസം ശശകാസനമാണ്. ഇരു കാലുകൾക്കിടയിലും ഏതാനും ഇഞ്ച് അകലം പാലിക്കുക. കാൽമുട്ടുകൾക്കിടയിൽ അല്പം അകലം പാലിക്കുക. എന്നിട്ട് കാൽമുട്ടുകൾക്കിടയിൽ കൈകൾ പതിച്ചു വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നിതംബം ഒട്ടും ഉയർത്താതെ ശരീരം മുൻഭാഗത്തേക്ക് ആഞ്ഞു പിടിക്കുക. നെഞ്ചും കൂടെ താടിയും നിലത്ത് തൊടിയിക്കാനായി ശ്രമിക്കുക. എന്നിട്ട് ശ്വാസോച്ഛ്വാസ പ്രക്രിയ സാധാരണഗതിയിലാക്കുക. ഈ ആസനം പിരിമുറുക്കവും അതുപോലെ ഭയവും ദൂരീകരിക്കാൻ വളരെയധികം സഹായിക്കുന്നു. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വജ്രാസനത്തിന്റെ സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. ഇനി വിശ്രമിക്കുക. ഇനി നമുക്ക് കമഴ്ന്ന് കിടന്നുള്ള ആസനങ്ങളുടെ അഭ്യാസങ്ങളിലേക്ക് കടക്കാം. അതിനായി കമഴ്ന്ന് കിടക്കുക.
ഇരു കാലുകൾക്കുമിടയിൽ അല്പം അകലം പാലിക്കുക. കാലിന്റെ വിരലുകൾ പുറത്തേക്ക് നീട്ടിവെക്കുക. ഇടത്തെ കൈയിന്റെ മുകളിലേക്ക് വലത്തെ കൈ വയ്ക്കുക. കൈപ്പടം വയ്ക്കുക. എന്നിട്ട് തലയെ കൈയിന് മുകളിൽ വയ്ക്കുക. ശേഷം വിശ്രമിക്കുക. ഇതാണ് മകരാസനം. ഈ ആസനം ശരീരത്തിനും അതുപോലെ മനസ്സിനും വിശ്രമം നൽകുന്നു. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായിരിക്കണം. അടുത്ത അഭ്യാസം സരള ഭുജംഗാസനമാണ്. ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക. കഴുത്ത് നീട്ടിപ്പിടിക്കുക. എന്നിട്ട് രണ്ടു കൈകളും മുൻഭാഗത്തേക്ക് വലിച്ചു പിടിക്കുക. ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടതിനു ശേഷം രണ്ടു കൈകളും മടക്കിക്കൊണ്ട് കൈപ്പടങ്ങൾ തലയ്ക്കടുത്ത് വെച്ച് കൈമുട്ടുകൾ വക്ഷസ്ഥലത്ത് വരുന്ന വിധം വയ്ക്കുക. താടി നിലത്തുറപ്പിച്ച് വയ്ക്കണം. കാലുകൾ ചേർന്നിരിക്കണം. കാൽമുട്ടുകൾ ചേർന്ന് വരും വിധം. ശ്വാസം പുറത്തേക്ക് വിട്ട് നിങ്ങളുടെ താടിയും കഴുത്തും നെഞ്ചും മുകളിലേക്ക് ഉയർത്തുക. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഈ അവസ്ഥയിൽ തുടരുക. ഇതാണ് സരള ഭുജംഗാസനം. ഈ ആസനം നമ്മുടെ ശ്വസനക്രിയയെ പരിപോഷിപ്പിക്കുന്നു. ഇടുപ്പിലുള്ള കൊഴുപ്പിനെ കുറയ്ക്കാനും സഹായകരമാകുന്നു. കൂടെ തന്നെ ഇത് മലബന്ധം മാറിക്കിട്ടാനും സഹായകരമാണ്. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനത്തിൽ തിരിച്ചു വരിക. എന്നിട്ട് മകരാസനത്തിൽ തുടരുക. ഇനി നമുക്ക് മലർന്നു കിടന്നുകൊണ്ടുള്ള ആസനങ്ങളുടെ അഭ്യാസം ചെയ്യാം. വലത്തോട്ടോ ഇടത്തോട്ടോ ചരിഞ്ഞുകൊണ്ട് മലർന്ന് കിടക്കുക. ശരീരം സാധാരണഗതിയിൽ വയ്ക്കുക. മലർന്നു കിടന്ന് ചെയ്യുന്ന ആസനങ്ങൾക്കായി സ്വയം തയ്യാറാവുക. അടുത്ത അഭ്യാസം പവനമുക്താസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ഇരു കാലുകളും 90 ഡിഗ്രി മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് വക്ഷസ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇനി രണ്ടു കൈകളിലെയും വിരലുകൾ തമ്മിൽ കോർത്തിണക്കി നിങ്ങളുടെ കാൽമുട്ടുകളിൽ പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് നിങ്ങളുടെ തല മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് താടിയോ അല്ലെങ്കിൽ മൂക്കോ കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഈ ആസനത്തെ പവനമുക്താസനം എന്നാണ് വിളിക്കുന്നത്. ഈ ആസനം ദഹനക്രിയയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ സാവധാനത്തിൽ എപ്രകാരമാണോ പോയത് അപ്രകാരം കാലുകളെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ശവാസനത്തിൽ വിശ്രമിക്കുക. ഒരിക്കൽ കൂടി നമുക്ക് ഈ ആസനം ആവർത്തിക്കാം. കാലുകൾ വീണ്ടും അടുപ്പിച്ചു വയ്ക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് കാലുകൾ മുകളിലേക്ക് പൊക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കാൽമുട്ടുകൾ മടക്കി പിടിക്കുക. എന്നിട്ട് വക്ഷസ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇരു കൈകളുടെയും വിരലുകൾ തമ്മിൽ കോർത്തിണക്കി പിടിച്ചുകൊണ്ട് എന്നിട്ട് കാൽമുട്ടുകളിൽ പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തല മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് താടിയോ അല്ലെങ്കിൽ മൂക്കിനെയോ കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കാനായി ശ്രമിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തലയും കാലുകളും വീണ്ടും തിരിച്ചു കൊണ്ടുവരിക.
ശേഷം ശവാസനത്തിൽ വിശ്രമിക്കുക. അടുത്ത അഭ്യാസം ഇനി ശവാസനമാണ്. ശവാസനം ഇത് വളരെ മഹത്വമുള്ള ഒരു ആസനമായി യോഗയിൽ കണക്കാക്കുന്നു. കാലുകളും കൈകളും ആവശ്യാനുസരണം അകത്തിവെക്കുക. കൈകൾ മലർത്തിയാണ് വെക്കേണ്ടത്. കണ്ണുകൾ മൃദുവായി അടച്ചുപിടിക്കുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. എന്നിട്ട് സാവധാനത്തിൽ പുറത്തേക്ക് വിടുക. ഇതുവരേക്കും ഏതൊക്കെ ആസനങ്ങളുടെ അഭ്യാസം ചെയ്തുവോ അല്ലെങ്കിൽ ചലനക്രിയയുടെ അഭ്യാസം ചെയ്തുവോ അവയൊക്കെ തന്നെ ശവാസനത്തിൽ അനുഭവിച്ചറിയുക. ആ ആസനങ്ങൾ കൊണ്ട്, ആ ചലനക്രിയകൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പ്രഭാവമുണ്ടാക്കി അവയ്ക്കൊക്കെ ഈ ആസനത്തിൽ നല്ല രീതിയിൽ വിശ്രമം കൊടുക്കുക. നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. നിരന്തരമായി ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലും അനുഭവിച്ചറിയുക, ഞാൻ ശ്വാസം എടുക്കുമ്പോഴൊക്കെയും ആ സമയത്ത് ശരീരത്തിലും മനസ്സിലും ഒരു ഊർജ്ജപ്രവാഹമുണ്ടാകുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള സമയത്തും എന്റെ മനസ്സും ശരീരവും മുമ്പത്തേതിലും അയഞ്ഞു വരുന്നു. നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് ശരീരത്തിലെ ഓരോ അംഗത്തെയും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ശരീരത്തെ അയച്ചുവിടാൻ ശ്രമിക്കുക. ശരീരത്തിലെ ഓരോ അംഗത്തെയും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക. എന്നിട്ട് ശരീരത്തെ അയച്ചുവിടുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. സാവധാനത്തിൽ ശ്വാസം വിടുക. ശരീരത്തിലെ ഓരോ അംഗത്തിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ശരീരത്തെ അയച്ചുവിടുക. ഈ ആസനം ദുശ്ചിന്തകളെയും ക്ഷീണത്തെയും അകറ്റി നിർത്തുന്നു. വളരെ ദീർഘമായി മെല്ലെ ശ്വാസമെടുക്കുക. സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി അല്പനേരത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ കേന്ദ്രീകരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസഗതി അടുത്തറിയുക. മുമ്പത്തേക്കാളേറെ ശരീരം അയഞ്ഞു വന്നിരിക്കുന്നു. അത് തിരിച്ചറിയുക. അപ്പോൾ ഇതോടുകൂടി ശവാസനം സമാപിപ്പിക്കാം. അതിനായി
കൈകളുടെയും കാലുകളുടെയും വിരലുകൾ അനക്കുക. എന്നിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചരിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ധ്യാനാത്മക ആസനത്തിലിരിക്കുക. സുഖാസനത്തിലോ പദ്മാസനത്തിലോ അർദ്ധപദ്മാസനത്തിലോ വജ്രാസനത്തിലോ ഏത് ആസനത്തിലാണോ സുഖപ്രദം അതിലിരിക്കുക. ആ ആസനത്തിൽ സൗകര്യപ്രദമായി ഇരിക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. എന്നിട്ട് ഇരുകൈകളും കാൽമുട്ടിൽ ധ്യാനമുദ്രയിൽ വയ്ക്കുക. ഇടുപ്പും കഴുത്തും നിവർത്തിപ്പിടിക്കുക. ഒരിക്കൽ കൂടി സ്വന്തം ശരീരം പുനരാവലോകനം ചെയ്യുക. ഒന്നുകൂടി നോക്കുക നിങ്ങളുടെ കഴുത്തും ഇടുപ്പും നേരെയാണോ എന്ന്. കൈകൾ ധ്യാനമുദ്രയിലാണ്. കണ്ണുകൾ മൃദുവായി അടച്ചു പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ദീർഘ ശ്വാസോച്ഛ്വാസത്തിന്റെ അഭ്യാസം ചെയ്യാം. യോഗിക ശ്വാസോച്ഛ്വാസ പ്രക്രിയ. സാവധാനത്തിൽ ദീർഘശ്വാസമെടുക്കുക. ദീർഘനിശ്വാസം ചെയ്യുക. ശ്രമിച്ചു നോക്കുക ഓരോ ശ്വാസവും ദീർഘമായിരിക്കാനും ഓരോ നിശ്വാസവും ദീർഘമായിരിക്കാനും. ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും യാതൊരു ധൃതിയും കാണിക്കരുത്. ഓർമ്മിക്കേണ്ടത് നിങ്ങളുടെ ശ്വാസം നീണ്ടതും ആഴത്തിലുള്ളതും ലയബദ്ധവുമായിരിക്കണം. ശ്വാസം എടുക്കുമ്പോൾ, ശ്വാസം അകത്തു നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ വയർ വീർത്തു വരേണ്ടതുണ്ട്. നിങ്ങളുടെ വക്ഷസ്ഥലം വികസിച്ചു വന്നിരിക്കണം. തോൾ മുകളിലോട്ട് പൊങ്ങിയിരിക്കണം. വയർ, വക്ഷസ്ഥലം, നിങ്ങളുടെ കഴുത്ത് ഇവ വികസിച്ചു വന്നിരിക്കണം. നിങ്ങൾ നിശ്വാസം ചെയ്യുന്ന സമയത്ത്, ശ്വാസം വിടുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ തോൾ, വക്ഷസ്ഥലം, അതുപോലെ വയറിന്റെ ഭാഗത്ത് അയവുണ്ടാകുന്നത് അനുഭവിച്ചറിയാം. ശ്വാസം ആഴത്തിലുള്ളതും നീണ്ടതും ലയബദ്ധവുമായിരിക്കണം. ഓരോ ശ്വാസനിശ്വാസത്തിലും അവനവന്റെ മനസ്സ് ശിഥിലമാകുന്നത്, അവനവന്റെ ശരീരം ശിഥിലമാകുന്നത് അനുഭവിച്ചറിയുക. ഇവിടെ ദീർഘശ്വാസനിശ്വാസത്തിന്റെ അഭ്യാസം അവസാനിപ്പിക്കാം. ഇടത്തെ കൈ ധ്യാനമുദ്രയിൽ തന്നെ തുടർന്നും വയ്ക്കുക. ഈ അവസ്ഥയിൽ തന്നെ തുടരുക. എന്നിട്ട് നമുക്ക് നാഡീശോധനയുടെ അനുലോമ വിലോമ പ്രാണായാമത്തിന്റെ അഭ്യാസം ചെയ്യാം. വലത്തെ കൈയിനെ നാസാഗ്രമുദ്രയിൽ പ്രാണായാമ മുദ്രയിൽ വയ്ക്കുക. വലത്തെ കൈയിന്റെ പെരുവിരൽ കൊണ്ട് വലത്തെ മൂക്ക് അടച്ചുപിടിക്കുക. എന്നിട്ട് ഇടത്തെ മൂക്കുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത്തെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുക്കുക. ഇടത്തെ മൂക്ക് അടച്ചുപിടിക്കുക. എന്നിട്ട് വലത്തെ മൂക്കിലൂടെ സാവധാനത്തിൽ നിശ്വാസം നടത്തുക. വീണ്ടും വലത്തെ മൂക്കിലൂടെ ശ്വാസമെടുക്കുക.
എന്നിട്ട് വലത്തെ മൂക്ക് അടച്ചുപിടിച്ച് ഇടത്തെ മൂക്കിലൂടെ നിശ്വാസം ചെയ്യുക. ഇതിപ്പോൾ അനുലോമവിലോമ പ്രാണായാമത്തിന്റെ ഒരു വട്ടമാണ് കഴിഞ്ഞത്. ഇങ്ങനെ 5 വട്ടം ഇതിന്റെ പരിശീലനം ചെയ്യുക. ഓർമ്മിക്കേണ്ട കാര്യം, ശ്വാസം താളമുള്ളതായിരിക്കണം. ശ്വാസത്തിൽ യാതൊരു തരത്തിലുമുള്ള വേഗതയും വരുത്. അത് ആഴത്തിലുള്ളതും താളത്തിലുമായിരിക്കണം. ഇങ്ങനെ അനുലോമവിലോമ പ്രാണായാമം 5 വട്ടം ചെയ്യേണ്ടതാണ്. വലത്തെ മൂക്കിലൂടെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് വലത്തെ മൂക്കിലൂടെ തന്നെ അകത്തേക്ക് ശ്വാസം എടുക്കുക. എന്നിട്ട് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് ശ്വാസത്തിന്റെ അല്ലെങ്കിൽ നിശ്വാസത്തിന്റെ ഗതിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നാഡീശോധന പ്രാണായാമം. ഇത് നമ്മുടെ തലച്ചോറിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണായാമമാണ്. ഇത് നമ്മുടെ മുഴുവൻ ശരീരത്തിലും രക്തസഞ്ചാരമുണ്ടാക്കാൻ, രക്തപ്രവാഹമുണ്ടാക്കാൻ ഒരുപാട് സഹായകരമായി തീരുന്നു. ഇതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ഏകാഗ്രമായി തീരുന്നു. 5 തവണ ഈ അഭ്യാസം ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ധ്യാനമുദ്രയിലേക്ക് തിരിച്ച് വരേണ്ടതാണ്. ഈ പ്രാണായാമത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ, മസ്തിഷ്കത്തിലുണ്ടായ പ്രഭാവം തിരിച്ചറിയുക. മനസ്സ് മുമ്പത്തേതിലും കൂടുതൽ എത്രത്തോളം ഏകാഗ്രമായി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പ്രാണായാമത്തിന് ശേഷം ഇനി നമുക്ക് ധ്യാനത്തിന്റെ അഭ്യാസം നടത്താം. ധ്യാനം യോഗയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ധ്യാനത്തെ കൂടാതെ യോഗ സമ്പൂർണതയിലേക്ക് പ്രവേശിക്കുകയില്ല. ധ്യാനത്തിന്റെ പരിശീലനത്തിനായി ജ്ഞാനമുദ്രയുടെയോ അല്ലെങ്കിൽ ധ്യാനമുദ്രയുടെയോ അവസ്ഥ സ്വീകരിക്കാവുന്നതാണ്. ഇടുപ്പും കഴുത്തും നിവർന്നിരിക്കണം. അക്കാര്യം ഒന്നുകൂടി ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. കാരണം ധ്യാനത്തിന്റെ അഭ്യാസക്രമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള ചലനവും ഉണ്ടാകാൻ പാടില്ല. മൂന്ന് തവണ നീണ്ട ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം നടത്തുക. വളരെ സാവധാനത്തിൽ ശ്വാസമെടുക്കുക, സാവധാനത്തിൽ ശ്വാസം വിടുക. ഓരോ ശ്വാസത്തിലും അനുഭവിച്ചറിയുക, ഞാൻ എപ്പോഴൊക്കെ ശ്വാസം എടുക്കുന്നുവോ എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലും ഒരു ഊർജപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ എപ്പോഴൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുന്നുവോ എന്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെ ദുഷിച്ച വിചാരങ്ങളുണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള ദുഷിച്ച കാര്യങ്ങളുണ്ടോ, അതെല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നു. മൂന്ന് തവണ ശ്വാസനിശ്വാസം ചെയ്തതിന് ശേഷം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ ആജ്ഞാചക്രത്തിലാണ്. 2 പുരികങ്ങൾക്കും നടുവിൽ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിക്കുക. കണ്ണുകൾ അടച്ചുപിടിക്കുക. എന്നിട്ട് ധ്യാനത്തിൽ അന്തർലീനമാകുക. ധ്യാനത്തിൽ ലയിച്ചു ചേരുക. നിശ്വാസത്തിന്റെ ഗതി ഇപ്പോൾ സാവധാനത്തിലാണ്.
ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ്. ശ്രദ്ധ മുഴുവനും നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിച്ച് ധ്യാനത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേരുക. ഇനി കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴുത്ത് സ്വൽപ്പം മുകളിലേക്ക് ഉയർത്താവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഈ സ്ഥിതിയിൽ തന്നെ നന്നായി തോന്നുന്നുണ്ട് എങ്കിൽ ഈ സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ധ്യാനത്തിന്റെ അഭ്യാസം തുടരുക. ധ്യാനം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ശ്വാസവും ഈ മൂന്നും സമന്വയിപ്പിക്കുന്നു. ശരീരം സ്ഥിരത കൈവരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിത്തീരുന്നു. മാത്രമല്ല, ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി സാവധാനത്തിലാകുന്നു. മനസ്സ് ഏകാഗ്രവും ശാന്തവും ആയിത്തീരുന്നു. ധ്യാനം ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഒരുപാട് വിചാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെയ്യേണ്ട കാര്യം ആ വിചാരങ്ങളെല്ലാം ഒഴിവാക്കുക എന്നതാണ്. ധ്യാനം യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കി തീർക്കുന്നു, മാത്രമല്ല ആത്മാനുഭൂതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി സാധാരണ ശ്വാസോച്ഛ്വാസക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് മനസ്സിനുള്ളിൽ സങ്കല്പധാരണം നടത്തുക. നമുക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും സന്തുലിതമാക്കി വെക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് നമ്മുടെ ആത്മവികാസം കുടികൊള്ളുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രവൃത്തിയിലും സമൂഹത്തിലും ലോകം മുഴുവനും ശാന്തിയും ആനന്ദവും കൂടാതെ ആരോഗ്യവും പ്രചരിപ്പിക്കാൻ പ്രതിബദ്ധമാണ്. ഞാൻ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രതിബദ്ധനാണ്. രാജ്യത്തിന്റെ വികാസത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. ഇനിയിപ്പോൾ കഠിന പരിസ്ഥിതിയിൽ പോലും നമുക്ക് ഒത്തൊരുമയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. ഇനി ശാന്തി മന്ത്രത്തിനായി നമസ്കാരമുദ്രയിൽ വരിക. കണ്ണുകൾ അടച്ചു പിടിക്കുക. നീണ്ട ആഴത്തിൽ സാവധാനത്തിൽ ശ്വാസമെടുക്കുക. ഓംകാര ഉച്ചാരണത്തോടുകൂടി ശാന്തി മന്ത്രം ചെയ്യാം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനത്തിൽ നിങ്ങളുടെ ഇരു കൈകളും
കണ്ണിന് മുകളിൽ വയ്ക്കുക. കൈകൾ സാവധാനത്തിൽ താഴേക്ക് കൊണ്ടുവന്ന് മൃദുവായി കണ്ണുകൾ തുറക്കുക. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് ദിവസം ശുഭകരമാകട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.